നമുക്കൊപ്പം ഇന്നത്തെ ഈദ് ഉൽ ഫിത്തറിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അഭിനേതാവും അഭിഭാഷകനുമായ സി ഷുക്കൂർ ചേരുകയാണ്. സി ഷുക്കൂർ എന്ന് പറയുന്നതിനേക്കാൾ ഷുക്കൂർ വക്കീലെ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. നമസ്കാരം ശ്രീ സി ഷുക്കൂർ. ആദ്യം തന്നെ ഈദ് മുബാറക്. താങ്ക് യു സെയിം ടു യു സുജയ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പെരുന്നാൾ? ഈ പെരുന്നാൾ ദിവസം നിങ്ങളോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുള്ള പെരുന്നാളാണ്. ഇപ്രാവശ്യം കേരളത്തിൽ മുഴുവൻ ഒരേ സമയത്താണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മാർച്ച് 2 തുടങ്ങി മാർച്ച് 31 പെരുന്നാൾ ആഘോഷിക്കുകയാണ്. സാധാരണ ഉള്ളതുപോലെ തന്നെ എല്ലാവരും ഈ പെരുന്നാളിൽ ഈദ് ഫിത്തർ എന്ന് പറയുന്നത് ചെറിയ പെരുന്നാൾ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത 30 ദിവസത്തെ നോമ്പ് 29 ദിവസത്തെ നോമ്പിന് ശേഷമാണ് നമ്മൾ ഇപ്രാവശ്യം പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ്. ഫിത്ർ സക്കാത്ത് എന്നാണ് പറയുക. ഓരോ ആളും 2 കിലോ 600 ഗ്രാം ഭക്ഷ്യധാന്യം അവരുടെ പേരിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഇന്നലെ വൈകുന്നേരം നിലാവ് കണ്ടത് മുതൽ പെരുന്നാളായി പ്രഖ്യാപിച്ചത് മുതൽ എല്ലാ വീടുകളിൽ നിന്നും അത് ആൾക്കാർക്ക് വിതരണം ചെയ്യുകയാണ്. അപ്പോൾ പട്ടിണിയില്ലാത്തൊരു ദിവസം, എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസം ഉണ്ടാകണമെന്നാണ് എന്ന കോൺസെപ്റ്റ് പ്രകാരമാണ് അങ്ങനെ ഒരു ആഘോഷം നടക്കുന്നത്. എല്ലാ ആഘോഷങ്ങൾക്കും മതപരമായ ഒരു തലവും അതുപോലെ തന്നെ സാമൂഹ്യ തലവുമുണ്ട്. നമ്മൾ മലയാളികളെന്ന നിലയിൽ നമ്മളെപ്പോഴും ആഘോഷങ്ങളുടെ സാമൂഹ്യ തലങ്ങളെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നൊരു സ്വഭാവമാണ് നമ്മൾ കാണിക്കാറ്. തീർച്ചയായും എല്ലാവരുമായി സ്നേഹം പങ്കിടുവാനും ബിരിയാണി കഴിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനാണ് ഈ ദിവസവും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ദിവസം എന്താണ് ബിരിയാണിയിലെ സ്പെഷ്യൽ എന്ന് കൂടി ചോദിക്കാം. കാരണം ഇന്ന് വീട്ടിലെ ഭക്ഷണവും വീട്ടിലെ കൂട്ടായ്മയും മാത്രമല്ല, ബന്ധുവീടുകളിലേക്കും സുഹൃത്തുക്കളുടെ വീടുകളിലേക്കും ഒക്കെ പോകുന്നുണ്ടല്ലോ. ഷുക്കൂർ വക്കീലിന്റെ വീട്ടിലെ ഇത്തവണത്തെ പെരുന്നാൾ സ്പെഷ്യൽ എന്താണ്? ഞാൻ സത്യത്തിൽ ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഞാനിപ്പോൾ വീട്ടിലില്ല. ഞാനിവിടെ വയനാട്ടിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അമ്പലവയലിൽ സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ ഇന്നലെ രാത്രി ഒരു 11 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് നിലാവ് കണ്ട് വീട്ടിൽ തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഈ ഫിത്ർ സക്കാത്തൊക്കെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയ ശേഷം ഞാൻ വയനാട്ടിലേക്ക് പുറപ്പെട്ടതാണ്. രാവിലെ ഇവിടെ അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പള്ളിയിലാണ് ഞാൻ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചത്. അതിനുശേഷം ഇവിടെ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വീട്ടിൽ സാധാരണഗതിയിൽ ഭാര്യ നന്നായി ബിരിയാണി ഉണ്ടാക്കുന്നയാളാണ്. എനിക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാറില്ല. മറ്റു ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കും. ബിരിയാണി ഉണ്ടാക്കുന്നതിൽ എൻ്റെ പാർട്ട്ണറാണ് മികച്ചു നിൽക്കുന്നത്. മക്കളും അവരോടൊപ്പം. ബിരിയാണിക്ക് ഒരു മൊഞ്ച് വരണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും. അതെ, തീർച്ചയായും ബിരിയാണി അവരെ സ്പെഷ്യലാണ്. മറ്റ് കറിയും നെയ്ച്ചോറൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ബിരിയാണി ഉണ്ടാക്കാനുള്ളൊരു വൈദഗ്ധ്യം കിട്ടിയിട്ടില്ല ഇതുവരെ. താങ്കളിപ്പോൾ സിനിമയുടെ പ്രാവശ്യം അവരുടെ ബിരിയാണിയാണ്. ആ ബിരിയാണിയുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നില്ലേ? അപ്പോൾ ലൊക്കേഷനിൽ ആഘോഷം ഉണ്ടോ? സിനിമാ ലൊക്കേഷനിലാണല്ലോ ഇന്ന്. ആഘോഷം ഉണ്ടോ അവിടെ? തീർച്ചയായും ഞങ്ങൾ ഒരു ദിവസം ഇഫ്താർ നടത്തിയിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും ബിരിയാണിയുടെ ഒരു പെരുന്നാൾ ആഘോഷത്തിൻ്റെ മൂഡിലാണുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലഞ്ചിന് പെരുന്നാൾ ഭക്ഷണം എന്നാണ് നമ്മുടെ കേറ്ററിംഗുകാർ പറഞ്ഞിട്ടുള്ളത്. ഏത് സിനിമയാണെന്ന് കൂടി പങ്കുവെക്കാമോ? ഞാനല്ലാതെ പിന്നെ നമ്മുടെ പെണ്ണ് കേസ് എന്നാണ് സിനിമയുടെ പേര്. ഫെബിൻ എന്ന് പറയുന്ന ഒരാളാണ് സംവിധാനം. നിഖില വിമലാണ് സിനിമയുടെ ലീഡ് ക്യാരക്ടർ. അജു വർഗീസ്, ഇർഷാദ് അലി, ഹക്കീം ഷാ തുടങ്ങിയ നിരവധി പ്രഗത്ഭരായ താരങ്ങൾ ഇതിലുണ്ട്. കുഞ്ഞികൃഷ്ണൻ മാഷുണ്ട്. ഞാൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് അറിയാലോ എന്നാത്താൻ കേസ് കൂടെ അതിനുശേഷം അടുത്ത കേസ് വരികയാണ്. മാത്രമല്ല ഷുക്കൂർ വക്കീലിന്റെ എനിക്ക് തോന്നുന്നു പൊറാട്ട് നാടകത്തിലെ വേഷമൊക്കെ വലിയ രീതിയിൽ ആളുകൾ ഒരുപാട് റിവ്യൂസ് ഒക്കെ തരികയൊക്കെ ചെയ്ത സിനിമയാണല്ലോ പൊറാട്ട് നാടകം. ഇപ്പോൾ എമ്പുരാൻ വിവാദങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അതെ, തീർച്ചയായും എമ്പുരാൻ വിവാദം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നമ്മളിപ്പോൾ ഒരു സൊസൈറ്റിയുടെ ഭാഗം എന്ന നിലയിൽ പല സമ്മർദ്ദങ്ങളും ഉണ്ടാവുമല്ലോ. പക്ഷേ ആ സിനിമ സെൻസർ ബോർഡ് കണ്ടില്ല എന്നൊക്കെ പറയുന്നത് എനിക്കൊരു തമാശയായിട്ടാണ് തോന്നിയത്. പിന്നെ ആ സിനിമ നമുക്ക് സിനിമയിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം, ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. നിരവധി തലങ്ങൾ, അതിൻ്റെ ലെയറുകൾ, അതിൻ്റെ ചർച്ചകൾ നടക്കും. അതിൻ്റെ രൂപം മുതൽ ഒരു ലാൽ സാറിനെ പോലുള്ള വലിയ താരങ്ങൾ പറയുന്ന ഓരോ ഡയലോഗ് പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വാക്കുകൾ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സിനിമ തീർച്ചയായും അതിൻ്റെ റൈറ്ററും
ഡയറക്ടറും ലീഡ് റോള് നിർവഹിക്കുന്നവരൊക്കെ സിനിമയെക്കുറിച്ച് വിശദമായി സംസാരിച്ച ശേഷമാണ് ചിത്രീകരണം തുടങ്ങുന്നത്. പിന്നെ ഈ വിവാദം ഉണ്ടായതിനെക്കുറിച്ച് എന്താണെന്ന് അറിയില്ല. പക്ഷേ ആ വിവാദം വന്ന സമയത്ത് സിനിമാ ലോകത്തുനിന്ന് വേണ്ടത്ര പിന്തുണ സംവിധായകനും തിരക്കഥാകൃത്തിനും ലീഡ് ചെയ്ത ആൾക്കാർക്ക് ഉണ്ടായിട്ടില്ല എന്നൊരു തോന്നൽ നമ്മുടെ സിനിമാ സെറ്റിൽ സംസാരം ഉണ്ടായിട്ടുണ്ട്.